അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത് പാത്ത് ഫൈൻഡർ എന്നുള്ളൊരു ഓപ്ഷനെ കുറിച്ചാണ്. പാത്ത് ഫൈൻഡർ പോലെ തന്നെ അഡോബി ഇല്ലുസ്ട്രേറ്ററിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഓപ്ഷനാണ് കോമ്പൗണ്ട് പാത്ത്. എന്താണ് കോമ്പൗണ്ട് പാത്ത്, അതിൻ്റെ ഉപയോഗം ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ മുൻപ് പഠിച്ച പാത്ത് ഫൈൻഡർ ഓപ്ഷൻസൊക്കെ ആയിട്ട് ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നുമെങ്കിലും അതിൻ്റെ ഒരു കോമൺ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം മാത്രം ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ അല്ല കോമ്പൗണ്ട് പാത്ത്. കോമ്പൗണ്ട് പാത്ത് കൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസേജ് തന്നെ നമുക്കുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ ടൂള് സെലക്ട് ചെയ്തു, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചു, കളറൊന്ന് മാറ്റി കൊടുത്തു. ദെൻ അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു, സർക്കിൾ ഷേപ്പ്. അതിനും മറ്റൊരു കളർ കൊടുത്തു. അതിനുശേഷം ഞാനിതിൻ്റെ ഒരു കോപ്പി എടുത്തു, ഓൾട്ട് പ്രസ് ചെയ്ത് ഒന്ന് ചെറുതായി കൊടുത്തു. വീണ്ടും ഞാൻ മറ്റൊരു കോപ്പി എടുത്തു. ഇപ്പോൾ ഇവിടെ 3 സർക്കിൾ ഷേപ്പും ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും വരച്ചു. കംപ്ലീറ്റ് ഡ്രാഗ് ചെയ്തൊന്ന് ഓൾ സെലക്ട് ചെയ്തു. ശേഷം ഒബ്ജക്റ്റ് മെനുവിൽ ഏകദേശം താഴെയായിട്ട് കോമ്പൗണ്ട് പാത്ത്, ഇവിടെ മെയ്ക്ക് എന്ന് കാണാം. കോമ്പൗണ്ട് പാത്ത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ മെയ്ക്ക് എന്ന് കാണാം. Ctrl 8 ആണ് അതിൻ്റെ ഷോർട്ട് കീ. സെലക്ട് ചെയ്തു. ഇപ്പം ഞാൻ ആ ഫോർഗ്രൗണ്ടായിട്ട് വരച്ചിരിക്കുന്ന 3 സർക്കിളും അവിടെ റിമൂവ് ആയിട്ടുണ്ട്. റിമൂവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അവിടെ കളർ മാറുകയല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ പുറത്തേക്കൊന്ന് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ മുൻപ് നമ്മൾ പഠിച്ച പാത്ത് ഫൈൻഡർ ഓപ്ഷൻസിലൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഫോർഗ്രൗണ്ടിൽ വരച്ചിരിക്കുന്ന സർക്കിൾ പൂർണ്ണമായും കട്ടായി പോയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാത്ത് ഫൈൻഡർ ഓപ്ഷൻസൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത പോർഷനെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കണം, അതല്ല പഴയ സ്റ്റേജിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും നമ്മൾ കോമ്പൗണ്ട് പാത്തിൽ മെയ്ക്കിന് തൊട്ട് താഴെ തന്നെ റിലീസ് കാണാം. റിലീസ് ഓൾട്ട് ഷിഫ്റ്റ് Ctrl 8 ആണ് അതിൻ്റെ ഷോർട്ട് കീ. ഞാൻ റിലീസ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ റിലീസ് ക്ലിക്ക് ചെയ്തപ്പോൾ പഴയ ആ സ്റ്റേജിലേക്ക് തന്നെ പോയി. അതായത് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാം, അതിൻ്റെ മുകളിലായിട്ടുള്ള 3 സർക്കിളും. കളർ ഇല്ലാന്നേ ഉള്ളൂ, കളർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഷേപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ഷേപ്പിനെ കട്ട് ചെയ്യാനും സാധിക്കും. ഒപ്പം തന്നെ കോമ്പൗണ്ട് പാത്തിലെ റിലീസ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് പഴയ സ്റ്റേജിലേക്കും കൊണ്ടുവരാൻ സാധിക്കും. ഇത് ഡിസൈനിങ്ങിൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പല തരത്തിലുള്ള ഷേപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളൊരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്ത പോർഷൻ പിന്നീട് നമ്മൾ ആ ഡിസൈനിങ്ങിൻ്റെ പ്രോഗ്രസിങ് സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് തോന്നി അതവിടെ കട്ട് ചെയ്യേണ്ട, അത് പഴയ രീതിയിലേക്ക് തന്നെ മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കവിടെ പാത്ത് ഫൈൻഡറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പോസിബിൾ അല്ല. പിന്നെ അത് നമ്മൾ വേറെ രീതിയിലേക്കൊക്കെ ആക്കി റിക്കവർ ചെയ്തെടുക്കണം. പക്ഷേ ഇവിടെ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ആകുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഒപ്പം തന്നെ അത് റിലീസ് ചെയ്തുകൊണ്ട് പഴയ രീതിയിലേക്ക് മാറ്റിയെടുക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത്. ദെൻ കോമ്പൗണ്ട് പാത്ത് കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ഞാൻ വീണ്ടും ഇവിടെ ചെറിയൊരു സർക്കിൾ വരച്ചു. അതിൻ്റെ സ്ട്രോക്ക് ഒന്ന് ഒഴിവാക്കി കൊടുത്തു. അതൊന്ന് ഓൾട്ട് പ്രസ് ചെയ്ത് കോപ്പി ചെയ്തു. Ctrl D അടിച്ച് അതിനെ ഞാൻ ഒന്ന് മൾട്ടിപ്പിൾ ചെയ്തു. സെയിം ഡയറക്ഷനിൽ തന്നെ മൾട്ടിപ്പിൾ ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിനൊരു 45 ഡിഗ്രിയിലൊന്ന് ചെരിച്ചു വെച്ചു. എഗെയിൻ ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്തു, ആ ഒരു ഡയറക്ഷനിൽ തന്നെ. ദെൻ Ctrl D അടിച്ച് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇതിലേക്ക് ഞാൻ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാണ്. ഗ്രേഡിയൻ്റ്, അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കളർ പാലറ്റിൽ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഗ്രേഡിയൻ്റ് കൊടുത്തപ്പോൾ തന്നെ ഓരോ സർക്കിളിലും സെപ്പറേറ്റ് ആയിട്ടാണ് ഗ്രേഡിയൻ്റ് അപ്ലൈ ആയിരിക്കുന്നത്. പക്ഷേ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടല്ല വേണ്ടത്, ഒരു സിംഗിൾ ഗ്രേഡിയൻറ്റ്, അതായത് ആ റെഡിൽ നിന്ന് യെല്ലോയിലേക്ക് വരുന്ന ഒരു സിംഗിൾ ഗ്രേഡിയൻറ്റ് ആ എല്ലാ സർക്കിളിലും കൂടെ ഒരുമിച്ച് വരണം. അപ്പോൾ നമുക്കൊന്നുമില്ലെങ്കിൽ അത് ഗ്രേഡിയൻറ്റ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വീണ്ടും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സിംഗിൾ ഗ്രേഡിയൻറ്റ് ഈ ഷേപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ പ്രോഗ്രസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആ പഴയ സ്റ്റേജിലേക്ക് തന്നെ വരണം എന്ന് കരുതിയാൽ ഗ്രേഡിയൻറ്റ് ടൂളിലൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു സിംഗിൾ ഗ്രേഡിയൻ്റൊക്കെ ഇതുപോലത്തെ മൾട്ടിപ്പിൾ ഷേപ്പുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പൗണ്ട് പാത്തിൽ മെയ്ക്ക് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു സിംഗിൾ ഗ്രേഡിയൻ്റ് ആയിക്കൊണ്ട് തന്നെ ആ എല്ലാ സർക്കിൾ ഒബ്ജക്റ്റുകളിലേക്കും അത് എഫക്റ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഗ്രേഡിയൻ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. മാത്രമല്ല ഇനി നമുക്ക് ആ പഴയ സ്റ്റേജിലേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോമ്പൗണ്ട് പാത്തിൽ റിലീസ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഉപയോഗം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ആണെങ്കിലും ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഗ്രേഡിയൻ്റ് എക്സാമ്പിൾ ആണെങ്കിലും ഒക്കെ തന്നെ കോമ്പൗണ്ട് പാത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഷേപ്പ് ഒരു സിംഗിൾ എഫക്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് കമ്പൈൻ ആയി മാറുകയാണ്. പക്ഷേ അത് പെർമനൻ്റ് ആയിട്ടല്ല, നമുക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് പാത്തിലെ റിലീസ് ഓപ്ഷൻ വെച്ചിട്ട് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മാറ്റിയെടുക്കാനും സാധിക്കും. ഇതാണ് ശരിക്കും കോമ്പൗണ്ട് പാത്ത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഇനി കോമ്പൗണ്ട് പാത്ത് വെച്ചിട്ട് മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. അതുകൂടി കാണുമ്പോൾ കോമ്പൗണ്ട് പാത്ത് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരു റൗണ്ടർ റെക്റ്റാങ്കിൾ വരച്ചു, ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചു, ഒരു 4 കോപ്പി വീതം എടുത്തു. മുൻപ് ചെയ്ത പോലെ തന്നെ വീണ്ടും അതിൻ്റെ കോപ്പി എടുത്തു. കൺട്രോൾ ഡി അടിച്ച് അതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി റിപ്പീറ്റ് ചെയ്തു. ഈ ഒരു ഷേപ്പിലേക്ക് ഞാനൊരു ഇമേജിനെ മാസ്ക് ചെയ്യാണ്. പക്ഷെ നോർമൽ കേസിൽ നമുക്കിതിനെ മാസ്ക് ചെയ്യാൻ സാധിക്കില്ല, കാരണം അതെല്ലാം സെപ്പറേറ്റ് ഷേപ്പാണ്. മുൻപ് ഞാൻ മാസ്കിങ്ങിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ അതിൽ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സുകളെ മാസ്ക് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞിട്ടില്ല. കാരണം അത് ഈ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കോമ്പൗണ്ട് പാത്തിനെ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. സോ ഇതിലേക്ക് മാസ്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇമേജ് പ്ലേസ് ചെയ്യാണ്. ഫയലിൽ പ്ലേസ് കമാൻഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്തു. ഞാനിവിടെ പ്ലേസ് കൊടുത്തു. ദെൻ ആ ഇമേജ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഓപ്പൺ ചെയ്തു. ആ ഇമേജിനെ ഞാനൊന്ന് ബാക്കിലേക്ക് അറേഞ്ച് ചെയ്യാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഫ്രണ്ടിൽ വരച്ചിരിക്കുന്ന ഈ ഷേപ്സും ബാക്കിലുള്ള ഇമേജ് കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാസ്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് മെനുവിൽ ക്ലിപ്പിംഗ് മാസ്ക് അവൈലബിൾ ആണ്, ഏത് രീതിയിലും കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഷേപ്പിലേക്ക് മാസ്ക് എഫക്റ്റ് ആവില്ല, ബിക്കോസ് ഇത് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ഷേപ്പാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ കോമ്പൗണ്ട് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർഗ്രൗണ്ടിലുള്ള ഈ ഷേപ്പുകൾ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ വന്ന് കോമ്പൗണ്ട് പാത്തിൽ മേക്ക് കൊടുത്തു. ഇനി നമുക്കൊന്ന് മാസ്ക് ചെയ്ത് നോക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ആ ബാക്കിലുള്ള ഇമേജിനെ ഫ്രണ്ടിലുള്ള ഷേപ്പ് വെച്ചിട്ട് നമ്മൾ മാസ്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മാസ്കിങ് വേണമെങ്കിൽ വലുതാക്കാം, അറേഞ്ച് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് മാത്രമല്ല, ഇനിയിപ്പോൾ ടെക്സ്റ്റ് ആണെങ്കിൽ പോലും ടെക്സ്റ്റിലൊക്കെ ഇങ്ങനെ പല എഫക്റ്റുകളും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റിനെ ആദ്യം നമ്മൾ ക്രിയേറ്റ് ഔട്ട്ലൈൻ ആക്കി മാറ്റണം. അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ, സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഓരോ ലെറ്റേഴ്സ് ആണെങ്കിൽ തന്നെ ആ ലെറ്റർ സെലക്ട് ചെയ്തുകൊണ്ട് കോമ്പൗണ്ട് പാത്ത് അപ്ലൈ ചെയ്യാം. സോ ടെക്സ്റ്റിലും വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ടെക്സ്റ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം ഞാനിവിടെ ഈ ഇമേജ് ഒന്ന് മാറ്റി വെച്ചു. ടെക്സ്റ്റുകളെടുത്ത് ഞാനിവിടെ അഡോബി എന്ന് ടൈപ്പ് ചെയ്തു. അഡോബി സ്കെയിൽ ചെയ്തൊന്ന് വലുതാക്കി. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഞാൻ ക്രിയേറ്റ് ഔട്ട്ലൈൻ ആക്കി മാറ്റി. മീൻസ് ആ ടെക്സ്റ്റ് മോഡിൽ നിന്ന് നമ്മൾ വരച്ചെടുത്ത അല്ലെങ്കിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് മോഡിലേക്ക് ഇതിനെ മാറ്റിയെടുത്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും എ എന്നുള്ളതും അതുപോലെ ഡി ഒ ബി എന്നുള്ള ഈ ലെറ്റേഴ്സൊക്കെ തന്നെ ഒന്നിൽ കൂടുതൽ ഷേപ്പുകളുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടെക്സ്റ്റിനെ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഇവിടെ റിലീസ് കോമ്പൗണ്ട് പാത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് കോമ്പൗണ്ട് പാത്ത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലെറ്റേഴ്സിലെ രണ്ടാമതായിട്ടുള്ള ആ ഒരു ഷേപ്പ് ഇവിടെ സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഒ സെലക്ട് ചെയ്ത് ഞാൻ ആ ഉള്ളിലുള്ള ഷേപ്പ് ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കോമ്പൗണ്ട് പാത്ത് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, അത് ജോയിൻ ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ കോമ്പൗണ്ട് പാത്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ ട്രേസ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ എഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ട് പാത്തിലെ മേക്കും റിലീസും വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കൺട്രോൾ സെറ്റ് അടിച്ച് ഞാൻ വീണ്ടും ഈ ടെക്സ്റ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം കൺട്രോൾ 8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റേജിലേക്ക് അത് മാറി. മീൻസ് ആ ഒരു കോമ്പൗണ്ട് പാത്തിനെ റിലീസ് ചെയ്തത് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമ്പൗണ്ട് പാത്ത് കൊണ്ട് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ഷേപ്സിനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ മാസ്കിങ് ആവാം, ഗ്രേഡിയൻ്റ് ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ കട്ട് ചെയ്തിട്ടോ റിമൂവ് ചെയ്തിട്ടോ ഒക്കെ മാറ്റിയെടുക്കുന്നതാവാം. ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഈ പറയുന്ന ഷേപ്സിനെ കംപ്ലീറ്റ് കമ്പൈൻ ചെയ്യുകയും അതിലൂടെ നമ്മൾ ഈ ഒരു എഫക്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാണ്.
മാത്രമല്ല ഈ അപ്ലൈ ചെയ്ത എഫക്റ്റിനെ നമ്മൾ വീണ്ടും റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്യൂച്ചറിൽ ഡിസൈനിങ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ പഴയ സ്റ്റേജിലേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ കോമ്പൗണ്ട് പാത്തിലെ റിലീസ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് പഴയ സ്റ്റേജിലേക്ക് വരാൻ സാധിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് പാത്ത് ഫൈൻഡർ പോലെ ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള എഫക്ട്സുകളൊക്കെ ചെയ്തെടുക്കാൻ കോമ്പൗണ്ട് പാത്ത് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ സഹായകരമാണ്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും തരത്തിൽ ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിലൂടെയോ അതല്ലെങ്കിൽ മാസ്റ്റർ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഗെയ്സ്, AI സോഫ്റ്റ്വെയറിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.